അങ്ങനെ നമ്മുടെ ബാലൻ ഗോമതിയുടെ അമ്മോട് പറയേണ്ട ഇക്കാര്യം മാത്രം അമ്മ എന്നോട് ആവശ്യപ്പെടരുത്, കാരണം എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല, കാരണം അവൾ എൻ്റെ മകളാണ്, അവളുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുള്ളൂ അമ്മേ, പരമാവധി അലോകിന് കിട്ടാനുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്താ നമ്മുടെ ഗോമതിയുടെ അമ്മ വല്ലാതെ മനസ്സുരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അലോകിനൊന്നും ആപത്ത് വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ബാലൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ബാലൻ വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവരും നീക്കുന്നുണ്ട്. അനുശ്രീ ആണെങ്കിൽ വല്ലാതെ പേടിച്ച് പറിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, മോൾക്ക് പേടിയാവണ്ട, ഒരു പേടിയും പേടിക്കേണ്ട, സത്യം നമ്മുടെ ഭാഗത്തല്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കേണ്ട ആവശ്യം, നാളെ എന്താ കോടതിയിൽ സംഭവിച്ച സത്യം മാത്രം നീ തുറന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം ആവേണ്ട കോടതിയിൽ ഹാജരാവേണ്ട, എല്ലാവരും ഹാജരാവണം. അലോകും വരുന്നുണ്ട്. അലോകിനെയും നമ്മുടെ പോലീസുകാർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ് അലോകിൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അനുശ്രീയെ ചോദ്യം ചെയ്യണ സമയത്ത് അവൾ എന്തെങ്കിലും ഒരു ഇത്തിരി തെറ്റി പറഞ്ഞാൽ ഞാൻ അതുമിൽ പിടിച്ചോളാം, അവൾ വീട്ടുകാരുടെ പ്രഷർ കാരണമാണ് അലോകിനെതിരെ കേസ് കൊടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കോടതി കൂടുന്നുണ്ട്. കോടതിയിൽ നമ്മുടെ അനുശ്രീയുടെ അഡ്വക്കേറ്റ് നമ്മുടെ അലോകിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മേൽ ആരോപിച്ച കുറ്റമൊക്കെ സത്യമാണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലോകിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.